ബഹുമാനപ്പെട്ടതും ആദരണീയമായ വന്യജനങ്ങളെ, സമുദായ വളർച്ചയിൽ ജ്ഞാനായ ഇടപെടലുകളുടെ പ്രസക്തി എന്നതാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന വിഷയം. വ്യക്തികൾ കുടുംബത്തിനും, കുടുംബം ഇടവകയ്ക്കും, ഇടവക സമൂഹത്തിനും, സമൂഹം രാഷ്ട്രങ്ങൾക്കും താങ്ങാവുന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിവുള്ളതാണ്. ജ്ഞാനായ സമുദായം കുടികൊള്ളുന്നത് വ്യക്തികളുടെ അന്തരംഗങ്ങളെ ഉരുത്തിരിപ്പിക്കുന്ന വിശ്വാസത്തിന്റെ എരിച്ചൂളയിലാണ്. വ്യക്തികളിൽ നിന്ന് വ്യാപിച്ച് കുടുംബങ്ങളിൽ ഒരു പിതാവിന്റെയോ മാതാപിതാക്കളുടെയോ മേൽനോട്ടത്തിൽ ഒരു ചെറിയ വികസനം സാധ്യമാകുമ്പോൾ ജ്ഞാനായ സമുദായം എന്ന വികാരം നമ്മെ ഉദ്ബോധിപ്പിക്കുവാൻ, ഊട്ടി ഉറപ്പിക്കുവാൻ, വർദ്ധിതമാക്കുവാൻ ജ്ഞാനായ ഇടപെടലുകളുടെ പങ്ക്, പ്രസക്തി, സാന്നിധ്യം അനിവാര്യവും അത്യന്താപേക്ഷിതവുമാണ്. സംസ്കാരം എന്നതാണ് ഏതൊരു സമുദായത്തിന്റെ നിലനിൽപ്പിന് അടിസ്ഥാനം. പ്രസ്തുത സംസ്കാരത്തിന്റെ രൂപീകരണത്തിന് ഒതുങ്ങുന്ന ചിന്താശക്തിയുടെയും മാനുഷിക വീക്ഷണങ്ങളുടെയും ക്രിയാത്മക പ്രവർത്തനങ്ങളുടെയും പ്രാർത്ഥനാധിഷ്ഠിത ജീവിതത്തിന്റെയും നിരന്തരമായ ഉറവയാകാൻ ഇടവക സമൂഹത്തിന് എന്നും സാധ്യമാകുന്നതാണ്. ഇത് കേവലം ഒരു സമൂഹത്തിന് മാത്രമേ സാധ്യമാകൂ, മറിച്ച് വ്യക്തികൾക്ക് സാധ്യമാകുന്നതല്ല. വ്യക്തികളെ ഭരിച്ചേക്കാവുന്ന നൈരാശ്യത്തിന്റെയും ഏകാന്തതയുടെയും ധാർമ്മിക പ്രംശനങ്ങളുടെയും മൂല്യച്യുതികളുടെയും പ്രവൃത്താവിശേഷങ്ങളെ തടഞ്ഞു നിർത്തി സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും പരസ്പര ബന്ധത്തിന്റെയും സാഹോദര്യത്തിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും അണ്ണമുറിയാത്ത പ്രചോദന കേന്ദ്രമാകാൻ വ്യക്തികളിലുപരി ഇടവക സമൂഹത്തിനാണ് സാധിക്കുക. ഇടവക എന്നത് വ്യക്തികളുടെ സമുദായ സ്നേഹത്തെ ദൃഢവും എന്തിനേയും നേരിടാൻ പാകമാക്കുന്നതിന് ഉചിതമാണ്. കൊല്ലന്റെ ആലയിലെ നിലയ്ക്കാത്ത കടലിന് സമം. വ്യക്തികളിൽ സമുദായത്തോടുള്ള പ്രതിബദ്ധതയും വിശ്വാസവും കടപ്പാടും പ്രതിജ്ഞാബദ്ധതയും വളർത്തിയെടുക്കുന്നതിനുള്ള പരിശീലന കളരിയാണ് ഇടവകകൾ. സമുദായ വളർച്ചയ്ക്കായി ചോരയും നീരും ചിന്താശക്തിയും ആർജവമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കുന്ന ഭരണശാലകളാണ് ഇടവകകൾ. കൂടാരയോഗങ്ങൾ, തിരുനാളുകൾ, ആഘോഷങ്ങൾ, കർമ്മപരിപാടികൾ എന്നിവയിലൂടെ ഇടവകങ്ങളുടെ സ്നേഹവും സൗഹൃദവും വളരുന്നു. വിശ്വാസത്തിന്റെ അടിത്തറമേൽ സൗഹൃദവും കൂട്ടായ്മയും പണിതുയർത്തുന്ന കൂടാരയോഗങ്ങൾ ഇടവകയുടെ വളർച്ചയിൽ വളരെ വലിയ പിന്തുണയാണ് നൽകുന്നത്. ദീർഘവീക്ഷണമുള്ള നേതൃത്വം വഴി നാളെ സമുദായത്തിന്റെ ഭാവി എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്ന വ്യക്തികൾ വ്യക്തമായ പദ്ധതികൾ വിഭാവനം ചെയ്താൽ ഈ ഇടവകയാവുന്ന പരിശീലന കളരികളിൽ നിന്നും ഭരണശാലകളിൽ നിന്നും നമുക്ക് ദിശാബോധവും വികസനോന്മുഖമായ കാഴ്ചപ്പാടും സുസ്ഥിര വികസനത്തിന് വേണ്ടി ശ്രമിക്കുന്നതുമായ ഒരു തലമുറയെ സൃഷ്ടിക്കാൻ സാധിക്കും. ഇത് സമുദായ വളർച്ചയ്ക്ക് അനിവാര്യവും അത്യന്താപേക്ഷിതവുമാണ്. നെഹ്റു പണ്ട് പറഞ്ഞതുപോലെ ആരോഗ്യമുള്ള രാഷ്ട്രത്തെ സൃഷ്ടിക്കാൻ ആരോഗ്യമുള്ള അമ്മമാർ വേണമെന്നാണ്. ഇത്തരത്തിൽ ഒരു സമുദായം വളരണമെന്നുണ്ടെങ്കിൽ ദീർഘവീക്ഷണമുള്ള ഇടവുകൾ അനിവാര്യമാണ്. വ്യക്തികൾക്ക് ദിശാബോധം നൽകി, പരസ്പര ബന്ധം പരിശീലിപ്പിച്ച്, പങ്കുവയ്ക്കലുകൾ പഠിപ്പിച്ച്, സമുദായ സ്നേഹം പകർന്നു നൽകി, സമുദായത്തിന് ഗുണവും പ്രയോജനവുമുള്ളതുമായ യുവാക്കളെ, വ്യക്തികളെയും വരും തലമുറയും വളർത്തിയെടുക്കുന്നതിന് ഇടവകൾ നിലയ്ക്കാത്ത ശ്രമങ്ങളാണ് നടത്തുന്നതും നടത്തേണ്ടതും. കാരുണ്യത്തിന്റെ പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്തുന്ന വിൻസെന്റ് ഡി പോൾ, KCYL, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സംഘടനയായ മിഷന്റെ തുടങ്ങിയവർ നമ്മുടെ ജ്ഞാനായ സമുദായത്തെ വളർത്താനും തനിമ നിലനിർത്താനും വളരെ വലിയ പങ്ക് തന്നെയാണ് വഹിക്കുന്നത്. ആഗോളവൽക്കരണത്തിന്റെ മൂല്യച്യുതികളുടെ ക്രൈസ്തവ വിശ്വാസരാഹിത്യത്തിന്റെ നശീകരണത്തിന്റെയും തുര കോളാകോളം നമ്മുടെ സമൂഹത്തെ പിടിച്ചുലയ്ക്കുമ്പോൾ ഇടവുകളുടെ പ്രസക്തി ഏറുകയാണ്. അന്ധകാരത്തിന്റെ നിലയിലേക്ക് അഗ്നിയിലേക്ക് അടുക്കുന്ന ഇടിയാപാറ്റകളെ പോലെ നാം പറന്നെടുക്കുമ്പോൾ ചുരുങ്ങിയ പക്ഷം നമ്മുടെ സമുദായ വളർച്ചയിൽ ഒരു മിന്നാമിനിയുടെ വെട്ടം തെളിയിച്ച് അതൊരു ഊർജമാക്കി സമുദായ അംഗങ്ങളെ പുത്തൻ സൂര്യോദയത്തിന് സജ്ജമാക്കാൻ ഇടവക സമുദായത്തിന് മാത്രമാണ് സാധിക്കുക എന്നത് സമുദായ വളർച്ചയിൽ ഇടവകളുടെ പങ്ക് വിളിച്ചു പറയുകയാണ്. സമുദായ വളർച്ച എന്നത് ഒരു മിഥ്യയെ അവശേഷിക്കാതെ യാഥാർത്ഥ്യമാകണമെങ്കിൽ കെട്ടുറപ്പും അച്ചടക്കവുമുള്ള ഒരു ഇടവക സംവിധാനം വളരെയധികം പ്രശസ്തവും അത്യന്താപേക്ഷിതവുമാണ്. ഇവിടെ പ്രശസ്തമായ ഒരു കവിത ചൊല്ലുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പടപ്പാട്ടിന്റെ പാലാഴിയിൽ നിന്ന് പകലായുദിക്കുന്ന പൂമ്പൈതലെ ഉരുകുമീ ചോരയിൽ നിന്നും തുടിക്കട്ടെ ഉജ്ജ്വല സൂര്യനായി നിന്റെ ജന്മം. ഇത് സാധ്യമാക്കി സമുദായ വളർച്ച നേരിടാൻ എന്നും ഇന്നും ഇടവക സംവിധാനം അനിവാര്യവും പ്രശസ്തവുമാണ്. എന്നെ ശ്രമിച്ച ഏവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ
നന്ദി, നമസ്കാരം.